ഹലോ, എൻ്റെ പേര് റിസ്വാന. ഇവിടെ നാമക്കൽ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഫസ്റ്റ് ഇയർ MBBS സ്റ്റുഡൻ്റ് ആണ്. ഇപ്പോൾ ബ്രില്യൻറ്റിലെ മോഡൽ എക്സാംസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ടൈം ആയിരിക്കും. അപ്പം ഞാനിവിടെ ഇപ്പം ഈ ഒരു വീഡിയോ ഇടുന്നത് എന്താ വെച്ചാൽ ഞാൻ എങ്ങനെയായിരുന്നു ഈ ഒരു ടൈമിൽ പഠിച്ചു പോയിരുന്നത് അതിനെപ്പറ്റി ഒന്ന് പറയാനാണ്. നമുക്ക് മെയിനായിട്ട് വേണ്ടത് എന്താ വെച്ചാൽ നമുക്ക് നമ്മളിലുള്ള ഒരു കോൺഫിഡൻസ് ആണ്. പിന്നെ നമ്മൾ എത്ര ഹാർഡ് വർക്ക് ചെയ്താലും അത് വെർത്താണെന്ന് നമുക്ക് തന്നെ തോന്നണം. പിന്നെ എക്സാംസ് എങ്ങനെയാണ് പഠിച്ചു പോയിരുന്നത് എന്ന് വെച്ചാൽ ഞാൻ ഫിസിക്സ് ഒക്കെ മെയിനായിട്ട് ഫുള്ള് ക്വസ്റ്റ്യൻസ് ചെയ്യായിരുന്നു. കണ്ടിന്യൂസ് ആയിട്ട് ഓരോ പേപ്പേഴ്സ് ആയിട്ട് ബ്രില്യൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന കുറേ മെറ്റീരിയൽസ് വെച്ചിട്ട് അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ചെയ്തത്. പിന്നെ ബയോളജിക്ക് നമ്മൾ റിപ്പീറ്റഡ് റീഡിംഗ് ആണ് മെയിനായിട്ട് വേണ്ടത്. ക്വസ്റ്റ്യൻസും അതിനനുസരിച്ച് ചെയ്യുക. പിന്നെ നമുക്ക് തെറ്റ് വരുന്ന ഭാഗങ്ങൾ പിന്നെയും ഇരുന്ന് വായിക്കുക. കാരണം ഓരോ ടൈം വായിക്കുമ്പോഴും പുതിയ പുതിയ കാര്യങ്ങൾ അതിന് കിട്ടാൻ ഭയങ്കര ചാൻസ് ഉണ്ട്. കെമിസ്ട്രി എന്ന് പറഞ്ഞത് കമ്പാരിറ്റീവ്ലി എനിക്ക് കെമിസ്ട്രി ആയിരുന്നു തീരെ ഇഷ്ടമില്ലാത്തൊരു സബ്ജക്ട്. ഞാൻ വീക്ക് ആയിട്ടുള്ള ഒരു സബ്ജക്ട് കെമിസ്ട്രി ആയിരുന്നു. അപ്പം പ്രോബ്ലംസ് ചെയ്യേണ്ട ചാപ്റ്റേഴ്സ് മെയിനായിട്ട് പ്രോബ്ലംസ് തന്നെ ഫോക്കസ് ചെയ്യുക. പിന്നെ എന്തായാലും ഒരു ചാപ്റ്റർ പോലും സ്കിപ്പ് ചെയ്യാതിരിക്കുക. ഒരു ചാപ്റ്ററിന് എന്തായാലും ഒരു ക്വസ്റ്റ്യനെങ്കിലും വരാൻ നല്ല ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ സ്കിപ്പ് ചെയ്യാതിരിക്കുക. പിന്നെ ഈ ഒരു ടൈമിൽ നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ ഇതുവരെ എങ്ങനെയായിരുന്നു എന്നല്ല, ഈ ഒരു ടൈം തൊട്ട് നമ്മൾ പ്രോപ്പറായിട്ട് ടൈം ടേബിൾ സെറ്റ് ചെയ്യുക. ഓരോ സബ്ജക്റ്റിനും ഇത്ര ടൈം കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്യുക. പിന്നെ അതിനനുസരിച്ച് നമ്മൾ പഠിച്ചു പോവുകയാണ് വേണ്ടത്. ഇനിയിപ്പോൾ നമുക്ക് ഇടയിൽ ഭയങ്കര മൈൻഡ് ഭയങ്കര ഡൈവേർട്ട് ആണല്ലോ എന്ന് തോന്നിയാൽ പിന്നെ ആ ഒരു മൈൻഡ് സെറ്റ് വെച്ചിട്ട് നമ്മൾ പഠിക്കാതിരിക്കുക. പിന്നെ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കേണ്ട ടൈമിൽ റെസ്റ്റ് എടുക്കുക, ഉറങ്ങേണ്ട ടൈമിൽ ഉറങ്ങുക. റിലാക്സ് ചെയ്ത് പഠിക്കുക. നമ്മൾ എത്ര ടെൻഷൻ നമുക്ക് കൊടുക്കണോ അതിനനുസരിച്ചിട്ടാണ് നമ്മുടെ പേപ്പറിൽ കിട്ടുക. പിന്നെ നമ്മൾ വർക്ക് ചെയ്യണില്ല, ഇതൊന്നും അല്ല, ഇത്രയൊന്നും പോരാ, അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് വേണ്ട. നമ്മൾ എത്ര വർക്ക് ചെയ്താലും അതിനുള്ള റിസൾട്ട് നമുക്ക് എക്സാമിന് കാണും. ഭയങ്കരമായിട്ട് കൂളായിട്ട് ഇരിക്കുക, ടെൻഷൻ ആവാതിരിക്കുക. ബ്രില്യൻറ്റിന്റെ മോഡൽ എക്സാംസിനെ പറ്റി പറയുകയാണെങ്കിൽ എത്ര പഠിച്ചു കഴിഞ്ഞില്ല എന്നല്ല, നമ്മൾ എത്ര പഠിച്ചോ അത് വെച്ചിട്ട് നമ്മൾ എക്സാം എഴുതുക. എക്സാം അറ്റൻഡ് ചെയ്യാതിരിക്കരുത്. ഞാൻ പഠിച്ചിരുന്ന ടൈമിൽ ഞാൻ എക്സാംസ് ആണ് കറക്റ്റായിട്ട് അറ്റൻഡ് ചെയ്തിരുന്ന ഒരു കാര്യം. നമ്മൾ ഇത്തിരിയെ പഠിച്ചു, ഇടയ്ക്ക് നമുക്ക് തോന്നും നമ്മൾ കുറച്ചേ പഠിച്ചുള്ളൂ, നമുക്ക് എഴുതാൻ പറ്റില്ല, കറക്റ്റായിട്ട് എഴുതാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ എക്സാം എഴുതുന്നില്ല. അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് മാറ്റിയെടുക്കുക. റെഗുലർ ആയിട്ട് ആ ഒരു എക്സാം ഷെഡ്യൂൾ ഭയങ്കരമായിട്ട് ഫോളോ ചെയ്ത് പോവുക. അത് തന്നെ നിങ്ങളെ തന്നെ വലുതാക്കി എടുക്കാൻ ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആണ്. ഞാൻ ബ്രില്യൻറ്റിൽ വന്ന ടൈമിൽ ഒരു ഏവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. അതിന്ന് എനിക്ക് നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എല്ലാവരെ കൊണ്ടും പറ്റുന്ന ഒരു കാര്യമാണ്. നമുക്ക് വേണ്ടത് എന്താ വെച്ചാൽ നമ്മുടെ ഹാർഡ് വർക്കും അതുപോലെ തന്നെ നമ്മുടെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ട്. നീറ്റിനെ നമ്മൾ എങ്ങനെ അപ്രോച്ച് ചെയ്യണോ എന്നുള്ളൊരു മൈൻഡ് സെറ്റാണ് മെയിനായിട്ട് ഇതിൽ വേണ്ടത്. ബാക്കിയൊക്കെ നമുക്ക് താനേ വന്നോളും. പിന്നെ ഈ ഒരു ടൈമിൽ പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ സ്റ്റുഡൻസിനും എൻ്റെ ബെസ്റ്റ് ഓഫ് ലക്ക്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.